അടക്കം അവിടെ എത്തിച്ചേരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ ദൃശ്യങ്ങളിൽ അങ്ങനെ സൂചനകൾ നൽകുന്നുണ്ട്. കാരണം അവിടെ പ്രധാനപ്പെട്ട വ്യക്തികൾ വരികയാണ്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ഔദ്യോഗികമായി ചടങ്ങുകൾ ആരംഭിക്കും. കേരളത്തിന്, ഇന്ത്യക്ക്, രാജ്യത്തിന് ഇത് അഭിമാന നിമിഷമാണ്. തുറമുഖത്ത് ആദ്യത്തെ മദർഷിപ്പിന്റെ വരവേൽപ്പിന്റെ ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ആദ്യത്തെ ബർത്തിങ് നടക്കുന്നതിന്റെ ഔദ്യോഗികമായ ശിലാഫലക അനാച്ഛാദന ചടങ്ങ്, അതിന്റെ ലൈവ് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ശിലാഫലകം അനാച്ഛാദനം ചെയ്തതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനോടൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വിഴിഞ്ഞത്തിന്റെ വിജയ വഴികളിൽ ഒരു വലിയ നാഴികക്കല്ലാണ് ഇന്നത്തെ ദിവസം. ആ ദിവസത്തെ ഓർമ്മയിൽ കുറിക്കാനായുള്ള ശിലാഫലകത്തിന്റെ അനാച്ഛാദനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിഴിഞ്ഞത്ത് ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയും അടക്കം പങ്കെടുത്തുകൊണ്ട് വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പിന്റെ ബർത്തിങ് നടപടികൾ പൂർത്തീകരിച്ചു. അതിന്റെ പ്രഖ്യാപനം നടത്തുന്നു എന്നതാണ് ഈ ചടങ്ങിന്റെ പ്രത്യേകത. എന്തായാലും ഒരു തുറമുഖം എന്നത് ഒരു രാജ്യത്തിന്റെ അഭിമാനമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റും വരുന്നവർക്ക് രാജ്യത്ത് നമ്മുടെ ബർത്തിലേക്ക് ഇറങ്ങുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കാരണം അതിൽ കസ്റ്റംസ് ക്ലിയറൻസ് അടക്കമുള്ള നടപടിക്രമങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒക്കെ സ്വാഭാവികമായും അതിനും സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം സംവിധാനങ്ങൾ അവിടെ ആയിട്ടുമുണ്ട്. എന്തായാലും ബർത്തിങ് പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്നും എത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകി അവരെ സ്വീകരിച്ചു. അതിനുശേഷം ഔദ്യോഗികമായി സംസ്ഥാനവും രാജ്യവും വരവേൽപ്പ് നടക്കുന്നു എന്നതാണ്. സാൻ ഫെർണാണ്ടോയ്ക്ക് ബർത്തിങ് നടപടികൾ പൂർത്തീകരിക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്കതിൻ്റെ ശിലാഫലകം അല്പസമയം മുമ്പാണ് അവിടെ സ്ഥാപിച്ചത്, ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത് മുഖ്യമന്ത്രിയും ഒപ്പം കേന്ദ്രമന്ത്രിയും ചേർന്നായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. എന്തായാലും ആ പൊതുസമ്മേളന ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കും. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വേദിയിൽ സംസാരിക്കും. ആ ചടങ്ങുകളിലേക്ക് ഉടൻ തന്നെ നമുക്ക് മടങ്ങി വരാം. എന്തായാലും വിഴിഞ്ഞം കാത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ അഭിമാന വികസന കുതിപ്പിന് നേർസാക്ഷിയാവാൻ വേണ്ടി. മിഥുൻ, നേരത്തെ അവിടെ അനൗൺസ്മെന്റിൽ നമുക്ക് അറിയാനാവുന്നു മുഖ്യമന്ത്രി അടക്കം കേന്ദ്രമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് ആ ശിലാഫലകം അനാച്ഛാദനം ചെയ്യപ്പെട്ടു എന്ന്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? എപ്പോഴേക്ക് ആ ചടങ്ങുകളൊക്കെ ആരംഭിക്കും? അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് ഈ വേദിയിലേക്ക്, പ്രധാന വേദിയിലേക്ക് കടന്നു വരുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ അവരെ എത്തിയിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസുകളിലേക്കും അതിൻ്റെ ഈ പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയും അത് വീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ ശിലാഫലകം ചടങ്ങ് പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. അവർ അവിടെ നിന്ന് വാഹനത്തിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. അവർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. എന്തായാലും ഒരു അഭിമാന നിമിഷം, അതിനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കപ്പലിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇപ്പോൾ ആ കപ്പൽ ചാൽ, അതായത് സാൻ ഫെർണാണ്ടോ നിർത്തിയിട്ടിരിക്കുന്ന ആ ബെർത്തിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ അവിടേക്ക് പോകുന്ന ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കാരണം അവിടെ എത്തി ആ കപ്പൽ വീഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ അവിടെ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരിക. എന്തായാലും നേരത്തെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി കണ്ടിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ അവിടേക്ക് എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ ഇറങ്ങിയതിനു ശേഷം അവിടെ ഇതിൻ്റെ പഞ്ചവാദ്യ അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളും എത്തുന്നു. എന്നോടൊപ്പം ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനത്തിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. ഇപ്പോൾ മുഖ്യമന്ത്രി വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയാണ്. അതായത് സാൻ ഫെർണാണ്ടോ നിർത്തിയിരിക്കുന്ന ആ ബെർത്തിലേക്കാണ് ഇപ്പോൾ അവരേക്ക്, അതായത് ഈ ബെർത്തിൽ വെച്ചായിരിക്കും ഔദ്യോഗികമായി സംസ്ഥാനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാൻ ഫെർണാണ്ടോ എന്ന രാജ്യാന്തര ചരക്ക് കൽപ്പന കപ്പലിനെ വരവേൽക്കുന്നത്. ആ ചടങ്ങിന്
കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ കൂടി സാക്ഷിയാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം ഇന്നലെ ഈ വലിയ തരത്തിലുള്ള വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ടാണ് 4 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ നമ്മൾ ഈ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ ഈ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന നടപടികളൊക്കെ കഴിഞ്ഞത്. സ്വാഭാവികമായി തിരുവനന്തപുരം ജില്ലയ്ക്ക് വലിയൊരു സവിശേഷത കൂടി കൈവരിക്കുകയാണ് ഈ തുറമുഖം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ. അതായത് ഇവിടെ നിന്ന് ഏതാണ്ട് 9.9 മൈൽ ദൂരത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 16 കിലോമീറ്റർ ദൂരം പിന്നിടുമ്പോൾ രാജ്യാന്തര വിമാനത്താവളമാണ്. അവിടെ നിന്ന് 10 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ റെയിൽവേ സ്റ്റേഷനാണ്. അതായത് 30 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ രാജ്യാന്തര തുറമുഖവും രാജ്യാന്തര വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും എന്ന ഒരു പ്രത്യേക ഖ്യാതിക്ക് കൂടി തിരുവനന്തപുരം നഗരം സാക്ഷിയാകുകയാണ്. സ്വാഭാവികമായി തിരുവനന്തപുരം ജില്ലയുടെ തലയെടുപ്പ് അത് ചരിത്രാതീത കാലം മുതൽ തുടങ്ങിയതാണ്. സ്വാഭാവികമായി പത്മനാഭസ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ രാജ്യാന്തര തലത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് ലഭിച്ചിട്ടുള്ള പൈതൃകം, അതിൻ്റെ മാറ്റം ഒന്നുകൂടി കൂട്ടുകയാണ്. 30 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 2 രാജ്യാന്തര പദ്ധതികൾ, തുറമുഖവും വിമാനത്താവളവും എത്തുന്നു എന്ന് പറയുമ്പോൾ ഇത് ഔദ്യോഗികമായ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖത്തിൻ്റെ ബർത്തിൽ സാൻ ഫെർണാണ്ടോ കപ്പലിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരുമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അതിനെ വരവേൽക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകൾ, ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുകയാണ് വിഴിഞ്ഞം തീരവും പരിസരവാസികളും. ഒപ്പം തന്നെ ഡാൻ നമ്മൾ നേരത്തെ